നമുക്ക് നോക്കാം. അടുത്ത 7 ദിവസത്തിൽ, നാളെ സൺഡേ ആണ്, നാളെ മുതൽ അടുത്ത 7 ദിവസത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കാമെന്ന്, എന്ത് ആക്ഷൻ ആയിരിക്കാം അടുത്ത 7 ദിവസത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കാം എന്ന് നോക്കാം. എടുക്കണേ. കിങ് ഓഫ് സോർഡ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് കപ്സ്, 4 of wands, excellent. The world, 2 കാർഡ് കൂടി, 10 of cups, queen of pentacles, lovers. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, വീട്ടുകാരുടെ സമ്മതമില്ലായ്മ അല്ലെങ്കിൽ അവർ കാസ്റ്റ് കൾച്ചർ റിലിജൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എതിർത്ത് നിൽക്കുകയായിരുന്നെങ്കിൽ അത് സംസാരിച്ച് ഒരു തീരുമാനത്തിൽ നിങ്ങളുടെ പേഴ്സൺ എത്തിക്കും അടുത്ത 7 ദിവസത്തിൽ. ഓക്കെ, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അത് ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കും. നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലീസ് തമ്മിൽ മീറ്റപ്പ് ചെയ്യുന്നതായിട്ടും അടുത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നതായിട്ട്, എന്തെങ്കിലും തടസ്സങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഈഗോ ക്ലാഷസ് അല്ലെങ്കിൽ ഫാമിലീസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം സോൾവ് ആവുന്നതായിട്ടും ഒരു സ്റ്റെപ്പ് അഹെഡ് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നു. ഇത് എസ്പെഷ്യലി സിംഗിൾസിനാണ് എനിക്ക് കണക്റ്റ് ആവുന്നത് കേട്ടോ. അവിടെ തേർഡ് പാർട്ടിയുടെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാരുടെ എതിർപ്പ് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നിരിക്കണം. ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഒന്ന് തീരുമാനമാവട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ മെസ്സേജസൊക്കെ കുറച്ചൊരു ഒന്ന് വിട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ മാറി വരുന്നതായിട്ടും ഇവർ ഫാമിലീസ് തമ്മിലുള്ള മീറ്റപ്പ്, നിങ്ങളുടെ ഒരു വിവാഹ നിശ്ചയം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഒരു നല്ല ഇവൻ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നു. ഒരു തീരുമാനമുണ്ടാക്കും. എൻഗേജ്മെൻ്റ് ഒന്നും ആയില്ലെങ്കിലും ആ ഒരു പ്രപ്പോസൽ മുന്നോട്ട് പോകുന്നതായിട്ടും വീട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ എസ്പെഷ്യലി എബ്രോഡൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അവർ അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനമാക്കിയിരിക്കുന്നത്. ഇവരിപ്പോൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അധികം എതിർത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു അൾട്ടിമേറ്റ് തീരുമാനം അവരുടെ ഫാമിലീനെ അറിയിച്ചതായിട്ട് ആണ് കാണുന്നത്. നിങ്ങളെ ഒരുപാട് സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായും സിംഗിൾസിനാണ് ഇത് കണക്റ്റ് ആവുന്നത് കേട്ടോ. അവരുടെ ലൈഫിൽ വേറൊരു തേർഡ് പാർട്ടി ഇല്ല, ഫാമിലി മാത്രമേ ഉള്ളൂ. ലൈക്ക് പാരൻ്റൽ പ്രഷർ മാത്രമേ അവിടെ എനിക്ക് കണക്റ്റ് ആവുന്നുള്ളൂ. ഓക്കെ, സ്നേഹം തന്നെയാണ് അവിടെ.